നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരാജിത്. അപ്പോൾ നമുക്കിന്ന് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർ ദേശദേവന്മാരായ ഏതൊക്കെ ദേവന്മാരെ ഭജിക്കണമെന്നും എന്തൊക്കെ വഴിപാടുകൾ നടത്തണമെന്നുള്ള ഒരു ലഘു വിശദീകരണം. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർ ദേശത്തുള്ള ദേശദേവനായ തേവലപ്പുറം ത്രിമൂർത്തി ക്ഷേത്രത്തിലെത്തി പാൽപ്പായസം നടത്തുന്നതും കദളിപ്പഴം നിവേദ്യം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. ലോകത്ത് അപൂർവങ്ങളിൽ അപൂർവമായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒരുമിച്ച് കുടികൊള്ളുന്ന ഒരു ശ്രീകോവിലുള്ള ഒരു ക്ഷേത്രമാണ് തേവലപ്പുറം ത്രിമൂർത്തി ക്ഷേത്രം. ഭരണി നക്ഷത്രക്കാർ കൊട്ടാരക്കര പടിഞ്ഞാറ്റങ്കര എത്തി പൗരാണികമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ മഹാദേവന് ജലധാര നടത്തുന്നതും നവഗ്രഹങ്ങൾക്ക് പ്രത്യേക അർച്ചന നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. കാർത്തിക നക്ഷത്രക്കാർ പൗരാണികമായ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെണ്ടാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടെ എത്തി ദേവന് വേണ്ട വിധത്തിലുള്ള നിവേദ്യ പൂജകൾ, അതായത് മാമ്പഴം കൊണ്ടുവന്ന് നിവേദ്യം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. എല്ലാ നക്ഷത്രക്കാർക്കും ഇത് ചെയ്യാവുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർ നമ്മുടെ ദേശത്ത് തന്നെയുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ എത്തുകയും അവിടെ ദർശനം നടത്തുകയും പാൽപ്പായസം വഴിപാടായി നടത്തുകയും തുളസിമാല ചാർത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. മകീര നക്ഷത്രക്കാർ നമ്മുടെ ദേശത്തിന് വളരെ പ്രാധാന്യം തരുന്ന ചില സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെലങ്ങറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടെ എത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതും ഭഗവാന് ശരിക്കും നിവേദ്യമായി മാമ്പഴം സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. തിരുവാതിര നക്ഷത്രം ദേശത്തുള്ള നാഗരാജ ക്ഷേത്രങ്ങളിലെത്തി വഴിപാടുകൾ, അതായത് ശ്രീകോവിലോട് കൂടിയ നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അതിനകത്ത് കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ശ്രീകോവിലുള്ള നാഗരാജ നാഗേശ്വരി ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. അത് വെണ്ടാറ് പാണ്ഡ്ര നാഗരാജ നാഗേശ്വരി ക്ഷേത്രമുണ്ട്. അവിടെ എത്തി വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അടുത്തത് പുണർന്ന നക്ഷത്രം. പുണർന്ന നക്ഷത്രക്കാർ ദേശത്ത് തന്നെയുള്ള ഹനുമാന്റെ ക്ഷേത്രങ്ങളിൽ എത്തി വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. പൂയ നക്ഷത്രം മുരുകന്റെ ക്ഷേത്രങ്ങളിൽ നമ്മുടെ ദേശത്തുള്ള ചെറിയതായാലും വലുതായാലും മുരുകന്റെ ക്ഷേത്രത്തിൽ തന്നെ വേണ്ട വിധം വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. പഞ്ചാമൃതം നിവേദ്യമായി സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. അതുപോലെ ആയില്യം നക്ഷത്രക്കാർ നമ്മുടെ ദേശത്ത് തന്നെയുള്ള, ഞാൻ മുൻപ് പറഞ്ഞതുപോലെയുള്ള നാഗരാജ നാഗേശ്വരി ക്ഷേത്രങ്ങളിൽ എല്ലാ മാസവും വേണ്ടുന്ന വഴിപാടുകൾ നടത്തുന്നത് മഞ്ഞപ്പൊടി സമർപ്പിക്കുകയും കരിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇതിലെടുത്ത് പറയേണ്ടത്, മകം നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു ദേവത മഹാഗണപതിയാണ്. കൊട്ടാരക്കര രണ്ട് കൊമ്പും ഒടിയാതെ രണ്ട് കൊമ്പോടുകൂടി തെക്കോട്ട് ദർശനത്തിലിരിക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഇന്ന് പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നായ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെത്തി അവിടെ ഉണ്ണിയപ്പം വഴിപാടായി സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പൂരം നക്ഷത്രം നമ്മുടെ ദേശത്ത് സ്വയംഭുവായ ദേവതമാരിൽ ഒന്നാണ് മലയാലപ്പുഴ ദേവി. മലയാലപ്പുഴ ദേവി ക്ഷേത്രത്തിലെത്തി തൂണിയരി പായസം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അടുത്തത് ഉത്തരം. കിഴക്കേക്കര മണികണ്ഠേശ്വരം ശ്രീ മഹാഗണപതി ക്ഷേത്രം. അവിടെ ഇരിക്കുന്ന കുടുംബസമേതനായ ശ്രീ മഹാദേവന് വേണ്ടുന്ന വഴിപാടുകൾ നടത്തുകയും അതോടൊപ്പം പാർവതി ദേവിക്ക് പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അത്തം നക്ഷത്രം ലോക പ്രസിദ്ധമായ രാജഭരണകാലം മുതൽ തന്നെയുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് കൊട്ടാരക്കര. അനന്തനോടൊപ്പം സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ശ്രീ ഭഗവാൻ, അത് കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ മഹാവിഷ്ണു ക്ഷേത്രമാണ്. അവിടെ എത്തി പാൽപ്പായസം നിവേദിക്കുന്നതും അവിടെ വേണ്ടുന്ന വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ്. ചിത്ര നക്ഷത്രം ചെറുവള്ളി ദേവീക്ഷേത്രം. ഭഗവതി ക്ഷേത്രങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ചെറുവള്ളി ഭഗവതി ക്ഷേത്രം. ജഡ്ജിയമ്മാവൻ കുടികൊള്ളുന്ന ക്ഷേത്രം. അവിടെ എത്തി വേണ്ടുന്ന വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ചോതി നക്ഷത്രം നമ്മുടെ ദേശത്ത് തന്നെയുള്ള നാഗരാജ നാഗേശ്വരി ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുകയും അതുപോലെ മഹാദേവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ ഉത്തമമായ ഫലങ്ങൾ ലഭിക്കും. വിശാഖം നമ്മുടെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന, ഇന്ന് കേരളത്തിലുള്ള ആനകളിൽ ഏറ്റവും ഉയരം കൂടിയ തൃക്കടവൂർ ശിവരാജു തിടമ്പേറ്റുന്ന പ്രധാന ക്ഷേത്രമായ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം. അവിടെ എത്തി വേണ്ടുന്ന വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രം, അതായത് അനിഴം നക്ഷത്രക്കാർ എത്തി ഭജിക്കേണ്ടതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു ക്ഷേത്രം. ലോകത്ത് ഇന്നുള്ള ക്ഷേത്രങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നും 1300 അടിക്ക് മേൽ പൊക്കമുള്ള 18 പടിയോടുകൂടിയ ശാസ്താവ് പ്രഭയെന്നും പുഷ്കലയെന്നും സത്യകനും എന്ന മകനോടൊപ്പം കുടികൊള്ളുന്ന പ്രസിദ്ധമായ ക്ഷേത്രം.
അവിടെ എത്തി നിങ്ങളുടെ ദുഃഖദുരിതങ്ങൾ ചൊല്ലി മണി കെട്ടി പ്രാർത്ഥിച്ചു പോകുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പാഞ്ചാലി ഉപവസിച്ചിരുന്ന ഭദ്രകാളി ചൈതന്യമായ വള്ളിയങ്കാവ് ദേവിയെ പോയി കണ്ട് പ്രാർത്ഥിക്കുകയും അവിടെ വേണ്ടുന്ന വഴിപാട് ചെയ്യുന്നതും ഉത്തമമാണ്. അടുത്തത് മൂലം നക്ഷത്രം. മൂലം നക്ഷത്ര ജാതകർ കോട്ടാത്തല ശ്രീ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി വേണ്ട വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അടുത്തത് പൂരാട നക്ഷത്രം. നമ്മുടെ ദേശങ്ങളിൽ തന്നെയുള്ള ദേവീക്ഷേത്രങ്ങളെത്തി വേണ്ട വിധം വഴിപാടുകൾ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഉത്തമമാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് വല്ലം ദേവീക്ഷേത്രം ആണ്. അതുപോലെ വല്ലം ദേവീക്ഷേത്രം, കോട്ടാത്തല പണയിൽ ദേവീക്ഷേത്രം, തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്രം, വെണ്ടാർ ദേവീക്ഷേത്രം, ഇങ്ങനെ ഒരുപാട് ദേവീക്ഷേത്രങ്ങളുണ്ട്. നിങ്ങൾക്ക് സൗകര്യാർത്ഥം പോകാൻ പറ്റുന്ന ദേവീക്ഷേത്രങ്ങളെത്തി വഴിപാടുകൾ നടത്തുക. അടുത്തത് ഉത്രാട നക്ഷത്രം. ആനകളെ കൊണ്ട് നിറയുന്ന ഒരു ഉത്സവം ഉള്ള ഒരു ക്ഷേത്രം, അതെ, ആനേടി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. അവിടെ എത്തി പാനക നൈവേദ്യം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. തിരുവോണ നക്ഷത്രം. കൊട്ടാരക്കര തന്നെ നമ്മുടെ ചന്തമുക്കിലുള്ള ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി വേണ്ടുന്ന വഴിപാടുകൾ നടത്തുകയും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. അടുത്തത് അവിട്ട നക്ഷത്രം. ദേവീക്ഷേത്രങ്ങളിൽ ചില ക്ഷേത്രങ്ങൾക്ക് പലതരത്തിലുള്ള സങ്കല്പങ്ങളും അതുപോലെ മൂർത്തിമദ്ഭാവമായ ആരാധനകളുമുണ്ട്. അതിലൊന്നാണ് വെണ്ടാർ ദേവീക്ഷേത്രം. അവിടെ എത്തി വേണ്ടുന്ന വഴിപാടുകൾ നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. ചതയ നക്ഷത്രം. നമ്മുടെ ദേശത്തിൻ്റെ അധിപനായി വാഴുന്ന വർക്കല ജനാർദ്ദന സ്വാമിയുടെ അടുത്തെത്തി വേണ്ട വിധം വഴിപാടുകൾ നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. അടുത്തത് പൂരട്ടാതി. പൂരട്ടാതി നക്ഷത്രം ദേശത്ത് തന്നെയുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലെത്തി വേണ്ടുന്ന വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. ഉത്രട്ടാതി ശാസ്താംകോട്ട ക്ഷേത്രത്തിലെത്തി അവിടെ ദേവന് പ്രത്യേക വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. ഇനിയുള്ളത് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രം ലോകത്തിൻ്റെ അധിപനായി മാറുന്ന കോടാനുകൂടി സ്വത്തിന് അധിപനായ ശ്രീ പത്മനാഭസ്വാമിയെ വണങ്ങുന്നതും അതോടൊപ്പം വേണ്ടുന്ന വഴിപാടുകൾ അവിടെ നടത്തുന്നതും ഉത്തമമാണ്. ഈ അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരും എല്ലാ ക്ഷേത്രങ്ങളും ദർശിക്കുന്നതും അവിടെ വേണ്ടുന്ന വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. അവർക്ക് ഗുണഫലം ഏറെ ലഭിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതുമാണ്. നന്ദി, നമസ്കാരം.